കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ കേരളം ചേരുന്നതിൽ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം. കേന്ദ്രത്തിന്റെ ഫണ്ട് കളയേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ PM ശ്രീ പദ്ധതിയിൽ കേരളം ചേരുന്നത് BJP CPM ഡീലിന്റെ ഭാഗമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവന. PM ശ്രീ പദ്ധതിയിൽ കേരളം ചേരുന്നതിനെ എതിർക്കാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. BJPയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ. എന്നാൽ കേന്ദ്രത്തിന്റെ ഫണ്ടല്ലേ, കളയേണ്ടതില്ലല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തമല്ലല്ലോ, ജനങ്ങളുടെ നികുതി വാങ്ങിയുണ്ടാക്കുന്ന ഫണ്ടല്ലേ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. വർഗീയ അജണ്ടകളുള്ള നിബന്ധനകൾ പാലിക്കാതിരുന്നാൽ മതിയെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ പദ്ധതിയിൽ കേരളം ചേരുന്നത് BJP CPM ഡീലിന്റെ ഭാഗമായെന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പദ്ധതി നടപ്പാക്കിയെന്നത് തെറ്റായ ധാരണയാണ്. BJP ഭരണകാലത്താണ് ആ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയത്. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല. ഗാന്ധിയെക്കുറിച്ച് പഠിക്കേണ്ട, ഗോഡ്സെയെക്കുറിച്ച് പഠിച്ചാൽ മതിയെന്നാണ് കേന്ദ്ര നിലപാടെന്നും അത് നടപ്പിലാക്കുന്നതിനുള്ള കൈക്കൂലിയാണോ 1400 കോടി രൂപയെന്നും KC വേണുഗോപാൽ ചോദിച്ചു. CPI നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മകനെതിരായ നോട്ടീസ് ED മറച്ചുവെച്ചതും CPM മറച്ചുവെച്ചതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാവ്ലിൻ കേസ് 40 തവണ മാറ്റിവെക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നോക്കിയാൽ ഒരു പരമ്പര തന്നെയുണ്ട്. സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് CPM മുന്നോട്ട് പോകുകയാണ്. കോൺഗ്രസ് പദ്ധതി നടപ്പാക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ്. കർണാടകയിൽ 2021 പദ്ധതി നടപ്പാക്കുന്നത്. അന്ന് BJP സർക്കാരാണ് ഉണ്ടായിരുന്നത്. തെലങ്കാനയിലും BJP ഭരിച്ചിരുന്നപ്പോഴാണ് നടപ്പാക്കിയത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലും കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് പുലർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് സർക്കാരുകൾ സഹകരിച്ച് മുന്നോട്ട് പോകില്ല. CPMന്റെ ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന്റെ കാരണം എന്താണെന്നാണ് അറിയേണ്ടതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാനം മുഴുവൻ ഈ പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കേണ്ടി വരില്ലെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ നടപ്പാക്കിയേ മതിയാകൂ എന്നാണ് കേന്ദ്ര നിബന്ധന. കേരളം മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ കെട്ടിപ്പടുത്ത സ്കൂളുകളെ NEP നടപ്പാക്കാനുള്ള കേന്ദ്രങ്ങളായി കേന്ദ്രത്തിന് വിട്ടു നൽകേണ്ടതുണ്ടോ എന്നതാണ് പദ്ധതി എതിർക്കുന്ന CPI ഉന്നയിക്കുന്ന ചോദ്യം. എന്നാൽ പദ്ധതിയിൽ ഒപ്പിടുന്നതിലൂടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി 2.5 വർഷമായി ലഭിക്കാനുള്ള കേന്ദ്ര വിഹിതം നേടിയെടുക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും CPMും ലക്ഷ്യമിടുന്നത്. അത് മാത്രമായി സാധ്യമാകുമോ എന്നതാണ് പ്രശ്നം. CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഭരണമുന്നണിയിൽ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിലും ഈ വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്.